ഹായ് ഹലോ എല്ലാവർക്കും പ്രിറ്റി പ്രിൻസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫേസ് വാഷ് ചെയ്യാനായിട്ട് പോവാണേ. ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹിമാലയയുടെ ഫ്രഷ് സ്റ്റാർട്ട് ഫേസ് വാഷ് ആണ്. അപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം മുഖം നന്നായിട്ട് വെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മുഖം നനച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫേസ് വാഷ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഫേസ് വാഷ് കുറച്ചൊന്ന് എടുക്കാം. എന്നിട്ട് കയ്യിൽ ഒന്ന് നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം മുഖത്ത് സർക്കുലർ മോഷനിൽ നമുക്ക് റബ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാം. നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു മിനിറ്റ് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു സ്ക്രബാണ് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ക്രബിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടു നോക്കണേ. ഞാനവിടെ ഐക്കാർട്ടിലിടാം. അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയും ഒക്കെ ആയിട്ട് ഒരു മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഞാനിവിടെ സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് മുഖത്തിലോട്ട് അപ്ലൈ ചെയ്യാം. ഫേസ് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഫേസ് സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ക്ലിയറും ആയിട്ടുണ്ട്. എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. കണ്ടോ? അപ്പം നമുക്ക് ജസ്റ്റ് മുഖം ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് നമുക്കൊരു പാക്ക് ഇടാം. പാക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. നമുക്കിപ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി. ഏതാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. മഞ്ഞൾപ്പൊടിയിലേക്ക് നമ്മൾ ഇടുന്നത് 1 സ്പൂണ് തൈരാണ്. 1 സ്പൂൺ തൈര് ഒഴിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തൈരിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ 1 സ്പൂൺ കൂടെ ആഡ് ചെയ്യാണേ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖത്തോട്ട് അപ്ലൈ ചെയ്യാം. ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസി വേണം. ഒഴിച്ച് പോകാത്ത രീതിയിൽ നമുക്ക് കുഴച്ച് തേക്കാം. ഈ പാക്ക് വന്നിട്ട് നമ്മുടെ മുഖത്ത് ടാനൊക്കെ മാറ്റാനും പിന്നെ നമ്മുടെ മുഖം കുറച്ച് ബ്രൈറ്റ് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ചുണ്ടിലൊക്കെ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേക്കാം കേട്ടോ. ഞാൻ ചുണ്ടിലൊക്കെ തേക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതാ മുഖമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് നമ്മുടെ കൈയൊന്ന് നനച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ചെറുതായിട്ടൊരു മസാജ് കൊടുത്തിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പോയി കഴുകിയിട്ട് വരാം.
അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. കണ്ട മുഖത്ത് ചെറിയൊരു ടിൻ്റ് ഉണ്ട് കേട്ടോ, ഒരു മഞ്ഞ കളറുണ്ട്. പക്ഷെ ഞാൻ അതിപ്പോൾ സോപ്പ് വെച്ചോ ഫേസ് വാഷ് വെച്ചിട്ടോ ഒന്നും കഴുകി കളയുന്നില്ല. അഥവാ നിങ്ങൾക്കിപ്പോൾ പുറത്തെങ്കിലും പോകണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പയറുപൊടിയോ കടലമാവോ എന്തെങ്കിലും വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ നാച്ചുറലായിട്ടൊരു പാക്ക് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ കഴിവതും കെമിക്കലായിട്ട് വേറെ ഒന്നും ഫേസിലിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഈ പാക്കിൻ്റെ എഫക്റ്റിന് വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ കണ്ട് നമുക്ക് ടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് പാക്കാണ്. ഞാൻ ഇപ്പോൾ മറ്റേ നമ്മുടെ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല മാറ്റം എനിക്ക് കാണാനും ഉണ്ട്. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ വിന്നേഴ്സിനെ ഉടനെയാണ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.